ഇതൊരാരംഭമാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോപ്പറേറ്റീവുകളുണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്. പക്ഷെ അവിടെ കാശ് കെട്ടിക്കെടുക്കുക എന്നല്ലാതെ അത് യൂട്ടിലൈസ് ചെയ്യുന്നു. ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതേമാതിരി കോപ്പറേറ്റീവ് മാളുകളും കച്ചവട സ്ഥാപനങ്ങളും കോപ്പറേറ്റീവ് സെക്ടറിൽ തുടങ്ങണമെന്നോ ആണ് എൻ്റെ വിനീതമായ അപേക്ഷ. കാരണം അതിൻ്റെ പ്രോഫിറ്റ് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാനും കോപ്പറേറ്റീവ് സെക്ടറിൽ ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങളുടെ പുതിയ കൺസെപ്റ്റായ ഒരു ഡെയിലി ആരംഭിക്കാത്ത തയ്യാറുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിൽ തുടങ്ങി വെക്കുന്ന സംരംഭങ്ങളെ എല്ലാ നിലയ്ക്കും സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളുടെയൊക്കെ ബാധ്യതയാണ്. ലോകത്തെമ്പാടും ഇന്ന് കോപ്പറേറ്റീവ് സെക്ടർ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ത്യയിലും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു 5 ട്രില്യൺ എക്കണോമിയായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇന്ത്യയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. അങ്ങനത്തെ ഈ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കോപ്പറേറ്റീവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം എല്ലാവരെയും സഹകരിപ്പിച്ച് ലാഭം എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ്. അതിന് ഇത്രയും അധികം ആളുകളുടെ കയ്യിൽ നിന്ന് പണം സംഭരിച്ചുകൊണ്ട് ഇത്രയും മഹത്തായ ഈ മാൾ കെട്ടിപ്പടുത്ത ഈ കോപ്പറേറ്റീവിൻ്റെ പ്രസിഡൻറ്റിനും ഇതിൻ്റെ ഭരണ അംഗങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദിയും അതോടൊപ്പം അഭിനന്ദനവും അറിയിക്കുകയാണ്. രാജ്യത്തിൻ്റെ അഭിമാനമായി ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന യൂസഫ് അലി സാറിൻ്റെ വരവോടുകൂടി കേരളത്തിലെയും ഇന്ത്യയിലെയും സഹകരണ പ്രസ്ഥാനവും നമ്മുടെ നാടും ഉത്തരോത്തരം വളരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടി ഹൃദയത്തോട് ചേർത്ത് നന്ദി പറഞ്ഞു.